ഇത് മഞ്ഞപ്പുറ മാസ് മോട്ടോഴ്സായിരുന്നു നമ്മുടെ ഹോണ്ട ഡിയോ വണ്ടി. നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട്. അതിൻ്റെ കംപ്ലയിൻസ് പറഞ്ഞാൽ എഞ്ചിൻ ഓയിൽ മാറ്റാനും അതുപോലെ ആക്സിലേറ്ററുകൾ മാറാൻ, ടയറ് മാറ്റാൻ, ഫ്രണ്ട് വെട്ടലൊക്കെ ആയിരുന്നു കംപ്ലയിൻറ്റ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് വെട്ടൽ മെയിനായിട്ട് കാണിച്ചു തരുന്ന ടയറിൻ്റെ കംപ്ലയിൻ്റ് ആയിരുന്നു. അപ്പോൾ ടയർ മാറ്റാൻ വേണ്ടി നമ്മൾ അയച്ചു കൊടുക്കും. അപ്പോൾ ടയർ മാറ്റാൻ വേണ്ടി നമ്മളത് അയച്ചിരുന്നു. അപ്പോൾ ടയർ മാറ്റാൻ വേണ്ടി അയച്ചു കഴിഞ്ഞപ്പോൾ കണ്ടോ അതിൻ്റെ ഫുൾ വീൽ ഡിസ്ക്കാണ്. ഈ വീൽ ഡിസ്കും കൂടി മാറ്റണം, ടയർ മാറ്റുന്നത്. അത് പറഞ്ഞാൽ ഫുള്ളായിട്ട് തുരുമ്പിട്ട് പോയിരിക്കുകയാണ്. ഇതിലിപ്പോൾ നമുക്ക് പുതിയ ടയർ സെറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഡിസ്കും കൂടി മാറ്റിക്കഴിഞ്ഞാലാണ് ആ ടയർ മാറ്റി നടക്കുള്ളൂ. അതുപോലെ തന്നെ അതിൻ്റെ വീൽ ബെയറിംഗ് മാറ്റണം. ഫ്രണ്ടിലെ പുഷുകളൊക്കെ ഫുള്ളായിട്ട് പോയി കിടക്കണം, അത് ഫുള്ളായിട്ട് പോയി കിടക്കുകയാണ്. അപ്പോൾ അതും മാറ്റണം. പിന്നെ അതിൻ്റെ ആക്സിലേറ്ററുകൾ നല്ല ടൈറ്റാണ്. ആക്സിലേറ്ററിൻ്റെ കേബിളും മാറ്റണം. കേബിളും മാറ്റിയിട്ട് റീസെറ്റ് ആക്കണം. പിന്നെ എഞ്ചിൻ ഓയിലിൻ്റെ അവസ്ഥ ഇതാണ്. എഞ്ചിനിൻ്റെ ആകെയുള്ള ഓയിലാണിത്. ഒരു 100 മില്ലി ഓയിൽ തികച്ചില്ല. വണ്ടി ഇന്ന് ഫുള്ളായിട്ട് ഓടിയിട്ടുണ്ടെങ്കിൽ വണ്ടീൻ്റെ പിസ്റ്റം പിടിച്ച് നിന്നേനെ. ഓയിൽ നല്ല രീതിയിൽ കുറയുന്നുണ്ട്. അപ്പോൾ ഓയിൽ കുറയുന്നതിനൊരു കാരണമാവും. എന്തെങ്കിലും പോകാതെ മൈനോട്ടായിട്ട് ഓയിൽ കത്തിപ്പോണ്ടാവും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മാസം കഴിയുമ്പോൾ നമുക്ക് ഓയിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, എന്തോരം കുറവുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അങ്ങനെ കുറയുന്നുണ്ടെങ്കിൽ അതൊരു കംപ്ലയിൻ്റ് ആണത്. അത് പരിഹരിച്ച് പോയില്ലെങ്കിൽ വണ്ടിക്ക് കൂടുതൽ കംപ്ലയിൻ്റ് ആയിട്ട് വരും കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ ഓയിൽ ലീക്കൊക്കെ ഉണ്ടോ, ഈ സ്റ്റാൻഡിൻ്റെ ഇവിടെ നിന്നൊക്കെ അത്യാവശ്യം നല്ല ഓയിൽ ലീക്കൊക്കെ കാണിക്കുന്നുണ്ട്. തൽക്കാലം നമുക്ക് ഓയിൽ മാറ്റിയിടാം. ഓയിൽ മാറ്റിയിട്ട് കഴിഞ്ഞാലും പുക വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നേരത്തെ നമ്മളൊരു എസ്റ്റിമേറ്റ് അയക്കുന്നതിൻ്റെ മുന്നിലുള്ള ഒരു എസ്റ്റിമേറ്റ് പറഞ്ഞിരുന്നു. അപ്പോൾ അത് കൂടാതെ നമുക്ക് അതിൻ്റെ ഡിസ്കും ഫ്രണ്ട് വീലിൻ്റെ ഡിസ്കും കൂടി വരും. അപ്പോൾ അതിൻ്റെ ഒരു എമൗണ്ട് കൂടി പറയാം കേട്ടോ. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യണേ. ഓക്കെ. അപ്പോൾ വണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്.